ഇങ്ങനെ ചിരിക്കുന്ന ഒരു രൂപം. ശരിക്കും കണ്ണിൽ കാണുന്ന അതേ സാധനം ആടെ കാണുന്നത്. ഞാൻ ഇങ്ങനെ കുറേ ഞാൻ റബ്ബൊക്കെ ചെയ്ത് നോക്കി, കണ്ണൊക്കെ തുറച്ചു നോക്കി. ഞാൻ തുറച്ചു നോക്കുന്ന കാണാം, ഇവരിങ്ങനെ തുറച്ചു നോക്കാടോ. എനിക്ക് പേടിയാവൂലേ? ഞാൻ പെട്ടെന്ന് ഹലോ, വെൽക്കം ടു നക്ഷത്ര കൂടാരം. അപ്പോൾ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് തന്നെ, നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഹാലൂസിനേഷൻ ഉണ്ടായിട്ടുണ്ടോ? എനിക്ക് ഉണ്ടായിട്ടുണ്ട്. എനിക്ക് അത് സ്ഥിരമായിരുന്നു. കാരണം ഞാൻ പറഞ്ഞില്ല, ഞാൻ 10 കൊല്ലമായിട്ട് ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഡിപ്രഷൻ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ വീണ്ടും പറയുന്നില്ല. ഞാൻ മുന്നത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഇങ്ങനെ ഉണ്ട് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ എനിക്ക് മെയിനായിട്ട് വരുന്ന 2 കാര്യമാണ് ഈ ഹാലൂസിനേഷൻ എന്ന് പറയുന്നത്, സ്ലീപ്പിംഗ് പാരാലിസിസ് എന്ന് പറയുന്നത്. ഈ 2 സാധനങ്ങൾ വെടക്കെട്ട സാധനങ്ങളാണ്. ഇത് അനുഭവിച്ചവർക്ക് അറിയാം, ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ പേടിച്ച് പണ്ടാറടങ്ങി പോകും, നമ്മൾ പേടിത്തുറയി പോകും, അത്രയും പേടിയും. അന്നേരം എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ള ഏറ്റവും പേടിപ്പെടുത്തുക, ഏറ്റവും ഭയാനകമായിട്ടുള്ള 4 എക്സ്പീരിയൻസ് ഞാൻ അവിടെ ഷെയർ ചെയ്യാൻ പോകുന്നു കേട്ടോ. ആരും രാത്രി ഒന്നും കാണരുത്. പേടിക്കുമ്പോഴേക്കും കണ്ട ഞാൻ മാക്സിമം ഫണ്ണിയായിട്ടുള്ള രീതിയിൽ പ്രസൻറ്റ് ചെയ്യാൻ നോക്കാം. പക്ഷെ എനിക്ക് ആലോചിക്കുമ്പോൾ രോമാഞ്ചൊക്കെ വരുന്നു. എനിക്കത് ഭയങ്കര പേടിയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ സില്ലിയായിട്ടായിരിക്കും കേട്ടോ തോന്നുന്നത്, അതെനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ എനിക്ക് ആ സമയത്ത് അത് ഭയങ്കര പ്രശ്നമായിരുന്നു. ഞാൻ ഉറങ്ങാനായിരുന്നു. അപ്പോൾ ഹാലൂസിനേഷനിൽ എനിക്ക് ആദ്യമായിട്ട് ഞാൻ എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്താണ്. ഞാൻ ക്ലാസ്സിലിരിക്കുമ്പോൾ ടീച്ചർ ഇങ്ങനെ വൈകാണ്ട് ഇങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നു. ഞാൻ ഫുൾ കോൺസെൻട്രേഷനിൽ ടീച്ചർ അത്യാവശ്യം നല്ല കുട്ടിയായിരുന്നു കേട്ടോ. ഞാൻ നല്ല തന്നെ ശ്രദ്ധിച്ചിരിക്കുന്നു. ഞാൻ എന്നെ തന്നെ പുകഴ്ത്തി പറയാനില്ല. പക്ഷെ ഞാൻ ആ ക്ലാസ്സിൽ നന്നായിട്ട് അറ്റൻറ്റീവായിട്ട് ഇരുന്നിരുന്നു. പെട്ടെന്ന് എന്തോ എനിക്കൊരു ശ്രദ്ധ ചുമരുമലേക്ക് പോയി. ഇടയ്ക്ക് അങ്ങനെയൊക്കെ സംഭവിക്കും. അപ്പം പെട്ടെന്ന് ഞാൻ നോക്കിയാലോ ഒരു ക്രീം കളർ ഒരു വോളായിരുന്നു. അപ്പോൾ അതിൻ്റെ മുകളിൽ നിന്ന് കട്ടയ്ക്ക് ചോന്ന നിറത്തിൽ ബ്ലഡ് ഇങ്ങനെ ഒലിക്കുക. അതിങ്ങനെ പെട്ടെന്ന് ഒലിക്കല്ല, കട്ട അങ്ങനെ ഒലിച്ചിറങ്ങുക. എനിക്കിത് കണ്ടിട്ട് ഇത് എന്താ, കാരണം ആദ്യമായിട്ടാണ് ഹാലൂസിനേഷൻ എക്സ്പീരിയൻസ്. അപ്പോൾ ഇത് ശരിക്കുള്ളതാണോ അതോ ഞാൻ ഇമാജിൻ ചെയ്യാനാണോ അതോ എന്താണ്, എനിക്ക് തന്നെ ഒരു തിരുപാടും കിട്ടുന്നില്ല. എനിക്ക് ആദ്യം നമ്മൾ പിന്നെ കാണുന്നതൊക്കെ എനിക്ക് അറിയാം, അറ്റ്ലീസ്റ്റ് ഇത് ഹാലൂസിനേഷൻ പേടിയായെങ്കിലും എനിക്ക് അറിയാം. അന്നേരം ഇത് കണ്ടിട്ട് എനിക്ക് ആകെ കൈയും കാലും ഒക്കെ വറക്കാൻ തുടങ്ങി. ഞാൻ എന്തെന്ന് വെച്ചപ്പോൾ ഞാൻ കാര്യം പറഞ്ഞാൽ ആരെയും വിശ്വസിക്കുമോ? ഞങ്ങൾക്ക് പാന്ത കുട്ടിയെന്നല്ലേ പറയുള്ളൂ. അതുകൊണ്ട് ഞാൻ ഒന്നും മിണ്ടിയില്ല. എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിഞ്ഞൂടാ. പിന്നെ നിങ്ങൾ ഈ ഒരു സിനിമ കണ്ടിട്ടുണ്ടോ? എന്തായാലും സിനിമ പേര് വന്നു ഞാൻ നോക്കിയിട്ട് പിന്നെ ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാട്ടോ. ഈ ചുമരുമെന്ന് ഇങ്ങനെ ബ്ലഡ് ഇങ്ങനെ വരുന്ന ഒരു സിനിമ ഉണ്ട്, ഭയങ്കര പേടിപ്പെടുത്തുന്ന ഒരു ഹൊറർ ക്രൈം ത്രില്ലർ ആണ് സിനിമയാണത്. ഫേമസ് ആയിട്ടുള്ള സിനിമ തന്നെയാണ്. പേര് പറഞ്ഞല്ലോ, ജാക്ക് നിക്കൾസന്റെ ഒരു മൂവിയാണ്. അതിലുണ്ട് ഇങ്ങനെ ഒരു ബ്ലഡ് ഇങ്ങനെ ഇറങ്ങി വരുന്ന ഒരു സീനുണ്ട്. അത് എൻ്റെ മൈൻഡിൽ ഉണ്ടാകുമായിരിക്കും. അതുകൊണ്ടാണോ എനിക്കങ്ങനെ ഞാൻ അത് കണ്ടോന്നും എനിക്കറിയില്ല, ദേജാവുവോ എന്താ പറഞ്ഞോട്ടെ. പക്ഷെ ഇതിങ്ങനെ വരുന്ന കാണുന്നുണ്ടല്ലോ, എനിക്ക് ആകെ ഒരു മേലൊക്കെ ഒരു ഫീവറിഷ് ആയിട്ട് ഫീൽ ചെയ്യുക. ആകെ ഞാനിങ്ങനെ പേരായി, ആകെ മേലൊക്കെ പൊന്തി പേടിച്ചിട്ട് അവസാനം എന്താ എനിക്കിങ്ങനെ ഭയങ്കര ഡിസിനെസ് ഫീൽ ചെയ്തപ്പോൾ ആരൊക്കെയോ ടീച്ചർമാരൊക്കെ കൂടെ ഒന്ന് സമാധാനിപ്പിച്ച് വിട്ട്. അതാണ് എനിക്ക് ആദ്യമായിട്ട് ഉണ്ടാകുന്ന എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. പക്ഷെ അത് വളരെ ഭയാനകരം, കാരണം ആദ്യത്തെ എക്സ്പീരിയൻസ് ആയതുകൊണ്ട് തന്നെ അതെനിക്ക് ഇറ്റ് ലെഫ്റ്റ് ഡീപ്പ് ഇംപ്രഷൻ ഇൻ മീ. പിന്നെ എനിക്ക് ഉണ്ടായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്, ഞാൻ എറണാകുളത്ത് ഒരിക്കൽ തെറാപ്പി ചെയ്യാൻ വേണ്ടിയിട്ട് പോയിരുന്നു. ആദ്യമൊക്കെ അച്ഛനമ്മയും കൂടെ വരലുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഒറ്റയ്ക്കനെ പോലെ, കാരണം എല്ലാ മാസവും ഒരു 5 ദിവസം തെറാപ്പി ഉണ്ടാവും. ഇവർ ധാര ചെയ്യും, പിന്നെ ഇംഗ്ലീഷ് മെഡിസിൻസും എല്ലാം ഉണ്ടായിരുന്നു, അലോപ്പത്തി ഉണ്ടായിരുന്നു. അന്നേരം ആ സമയത്ത് ഞാൻ ഒറ്റയ്ക്ക് പോയ സമയം. അന്നേരം ഒരു വൈകുന്നേരമൊക്കെ ആകുമ്പോൾ തെറാപ്പി ധാര ചെയ്യണം, തലയിൽ ധാര ചെയ്തിട്ട് പിന്നെ മരുന്നൊക്കെ തന്ന് ചോറൊക്കെ തിന്നിട്ട് ഞാൻ കിടന്നേരോ ഞാനിങ്ങനെ ഉറങ്ങാനായിട്ട് ഇങ്ങനെ പുറപ്പെട്ട് വരുമ്പോൾ ആ സമയത്ത് ചെറുതായിട്ട് മഴ ഉണ്ടായിരുന്നു, ചെറിയ മഴ ഉണ്ടായിരുന്നുള്ളൂ, ഭയങ്കരമായിട്ടൊന്നുമില്ല, ചെറിയ ഡ്രിസ്ലിംഗ് ഉണ്ടായിരുന്നു. പിന്നെ ഈ ഞാൻ കിടക്കുന്ന റൂമിൻ്റെ മേലത്തെ ഫ്ലോറില്ലേ,
ആടെ കുറേ സാധനങ്ങൾ ഇങ്ങനെ ഡംപ്, ഞാൻ പകൽ സമയത്ത് മേലെ പോയി നോക്കിയിരുന്നു, ഫുൾ കുറേ സാധനങ്ങൾ ഈ ഹോസ്പിറ്റൽ സാധനങ്ങളൊക്കെ ഡംപ് ചെയ്ത്. ഒന്നാമത് ഈ ഹോസ്പിറ്റൽ സാധനങ്ങളൊക്കെ കാണുമ്പോൾ പേടി, ഓരോ സിനിമയിലൊക്കെ ഓരോന്ന് കാണിച്ചിട്ട് മനുഷ്യനെ പേടിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. ഇങ്ങനെ കാണുമ്പോൾ പേടിയാണ്. ഈ ഇഞ്ചക്ഷനും പിന്നെ എന്താ പറയുക, ഓരോ ഇതുണ്ടാവില്ലേ, മോഡൽസ് ഉണ്ടാവില്ലേ, ബ്രെയിൻ്റെ മോഡല്, പിന്നെ കുപ്പിയിലാക്കി വെച്ചതും അതൊക്കെ ഉണ്ടാവുമല്ലോ, അത് കാണുമ്പോൾ പേടിയാണ്. അത് ഞാൻ അന്ന് പകൽ പോയി നേരം ഇങ്ങനത്തെ ഇതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കുറേ സാധനം. അപ്പോൾ അതുകൊണ്ട് ഞാൻ മേലേക്ക് പോകാൻ പോലില്ല. എന്തോ ഒരു അങ്ങനെ ഒരു ചിരി. പക്ഷേ എവിടുന്നാണ് ഇത് കുറവ്? ആദ്യമൊക്കെ എനിക്ക് തോന്നുന്നത് വെച്ചാൽ വിട്ട്, പിന്നെ ഞാൻ കേൾക്കാൻ തുടങ്ങിയിട്ട് ഞാൻ എന്താക്കിയെന്ന് വെച്ചാൽ റൂം തുറന്നിട്ട് പുറത്തേക്ക് വന്നു. ഒരു ഇടനാഴിയാണ്, കുറേ റൂം അപ്പുറത്തും ഇപ്പുറത്തും ഉണ്ടാവും, പിന്നെ നടുവിലൊരു ഇടനാഴി. അങ്ങനെ ആടെ ഇപ്പുറത്തെ റൂമിൽ ആരുമില്ല, കുറച്ച് അപ്പുറത്തെ റൂമിൽ ഒരു ഫാമിലി താമസിക്കുന്നുണ്ട്, തെറാപ്പിക്ക് വന്നത്, ഡി അഡിക്ഷൻ അങ്ങനെ എന്തോന്നിന് വന്നത്. ഇഞ്ച റൂമിൽ ഞാൻ ഒറ്റയ്ക്ക്. ഇഞ്ച റൂം അവസാനത്തെയാണ്, അതായത് ഇഞ്ച റൂം കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പുറത്തേക്ക് പോവാം. അന്നേരം സ്റ്റേഴ്സാണ്. അന്നേരം ഞാൻ ഈ ഒരു ഹോസ്പിറ്റലിൻ്റെ അപ്പുറത്ത് കന്യാസ്ത്രീ മഠം, അത് താഴെ നിന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ അവിടെ കന്യാസ്ത്രീകളൊന്നും കണ്ടിട്ടൊന്നുമില്ല. എന്നാലും ഞാൻ വെറുതെ ഒന്ന് പുറത്തേക്ക് വന്ന് നോക്കി, എല്ലായിടത്തും ചുറ്റുപാടൊക്കെ നോക്കി. ഇങ്ങനെ ഒരു ഇളം കാറ്റൊക്കെ ഇങ്ങനെ വീശുന്നുണ്ട്, നല്ല സമാധാനപരമായ അന്തരീക്ഷമൊക്കെ തന്നെയായിരുന്നു ചുറ്റിലും. പിന്നെ ഞാൻ വെറുതെ ഒന്ന് അങ്ങോട്ട് എത്തിച്ചു നോക്കിയതാണ് കന്യാസ്ത്രീ മഠത്തിലേക്ക്. ആ സമയത്താണ് ഈ മറ്റേ എറണാകുള മൂവി ഇറങ്ങിയത്, നണ്ണില്ലേ, മറ്റേ പഠിപ്പിക്കുന്ന മൂവി, അതിറങ്ങിയത് ആ സമയത്താണ്. അതുകൊണ്ടാണോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. 2 കന്യാസ്ത്രീകളെ വർത്താനം പറഞ്ഞിരിക്കുന്നത് ഞാൻ കണ്ട്. അവിടെ ആ കോറിഡോറിൻ്റെ അവിടെ നിന്നിട്ട്, അതായത് മേലെ കോറിഡോറിൻ്റെ അവിടെ നിന്നിട്ട് വർത്താനം പറയുന്ന 2 അത് റിയലാണോ എൻ്റെ ഇമാജിനേഷനാണെന്ന് ഇപ്പോഴും എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും 2 പേരെ ഞാൻ കണ്ട് വർത്താനം പറയുന്നു, അവരെന്തൊക്കെയോ ഒന്ന് ചിറ്റാറ്റ് ചെയ്തിട്ട് അങ്ങ് പോയി. അതവിടെ കഴിഞ്ഞു. അത് അത്ര പേടിപ്പെടുത്തുന്നതല്ല. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ളതെന്ന് കുറച്ച് പേടിപ്പെടുത്തുന്നത്. ഇവരങ്ങോട്ട് പോയ വഴി ഉണ്ടല്ലോ, ഇവർ സംസാരിച്ചതിൻ്റെ തൊട്ട് പിറകിൽ അത് ചെറിയൊരു മഞ്ഞ വെളിച്ചം മാത്രമേ ഉള്ളൂ കേട്ടോ. മറ്റേ പണ്ടത്തെ ബൾബില്ലേ, ബൾബിൻ്റെ വെളിച്ചം മാത്രമേ ഉള്ളൂ. അതിൻ്റെ അപ്പുറത്ത് ഒരു ഡോറ്. ആ ഡോറ് എന്ന് പറഞ്ഞാൽ അത് തുറന്നടക്കാന്നോ അടച്ചടക്കാന്നോ എന്ന് തന്നെ എനിക്ക് മനസ്സിലാവില്ല. അത്ര ഇരുണ്ടടക്കുന്ന ഡോറ്. പുറത്തൊക്കെ വെളിച്ചോ, ആ ഡോറ് ഇരുണ്ടിട്ട്. അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ചിരിക്കുന്ന ഒരു രൂപം. ശരിക്കും നണ്ണിൽ കാണുന്ന അതേ സാധനം അവിടെ കാണുന്നത്. ഞാൻ ഇങ്ങനെ കുറേ ഞാൻ റബ്ബൊക്കെ ചെയ്ത് നോക്കി, കണ്ണൊക്കെ തുറച്ച് നോക്കി. ഞാൻ തുറച്ച് നോക്കുന്നതിനാണോ ഇവരിങ്ങനെ തുറച്ച് നോക്കാടോ, എനിക്ക് പേടിയാവൂലേ? ഞാൻ പെട്ടെന്ന് ഒന്ന് കട്ട് ചെയ്തു ആ നോട്ടം. ഞാൻ അവിടുന്ന് പെട്ടെന്ന് തന്നെ ഡിസ്ട്രാക്ട് ചെയ്ത് ഫോക്കസ് മാറ്റി വേറെ ഇങ്ങോട്ടോ നോക്കിയിട്ട് വീണ്ടും അങ്ങോട്ട് നോക്കി, പിന്നെ ആ സാധനം അവിടെ തന്നെ. അതാക്കി മനസ്സിലാകാത്തത്. ഇപ്പോൾ ഹാലുസിനേഷൻ ആണെങ്കിൽ നമ്മൾ വേറെ എങ്ങോട്ടെങ്കിലും നോക്കിക്കഴിഞ്ഞാൽ പിന്നെ ഈ സാധനം പോകണ്ടേ, ഇത് പോകുന്നില്ല. മുന്നിൽ തന്നെ വന്ന് നിൽക്കുക, പല്ലും കടിച്ച് പിടിച്ചോണ്ട് നിൽക്കുക മുന്നിൽ. എനിക്ക് പേടിയായിട്ട്. പക്ഷെ ഈ സാധനം ആടുന്ന് കുറച്ച് ദൂരെയാട്ടോ, കുറച്ച് ദൂരെ എന്ന് പറഞ്ഞാൽ കുറച്ച് അങ്ങോട്ടാണ്, കുറച്ച് അപ്പുറത്താണല്ലോ, ക്ലോസ് അല്ല. അങ്ങനെ ഒരു സമാധാനം. മതിലൊക്കെ ചാടി കടന്നിട്ട് ഈ തള്ള വരണ്ടേ, വരില്ല എന്ന് വിചാരിക്കുക. ആർക്കറിയാം, പ്രേതമായതുകൊണ്ട് എങ്ങനെയാണ് വരാലോ. പക്ഷെ അത് പ്രേതമാണോ അല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. അതിന് പ്രേതമാണോ അല്ലാതെന്ന് അറിയാത്ത സാധനത്തിനാണ് നമ്മൾ ഹാലൂസിനേഷൻ എന്ന് പറയുന്നതും. കുറച്ച് ഞാൻ പറഞ്ഞല്ലോ, ഇത് പോകുന്നില്ല. പോകാണ്ടായാലും എനിക്ക് ഇങ്ങനെ ആകെ വേർക്കാൻ തുടങ്ങി, മേത്തൊക്കെ ചോന്ന് ഇതാകാൻ തുടങ്ങി. അതാണ് എൻ്റെ മെയിനായിട്ടുള്ള സിംറ്റം. മേലൊക്കെ ചോക്കും. പിന്നെ ഉണ്ടല്ലോ ആകെ ഒരു മരവിപ്പ്. ഇപ്പം ഈ മരുന്ന് കുടിച്ചതും പിന്നെ ധാര ചെയ്തതൊക്കെ ഇപ്പം എന്തായി, വെറുതെയായില്ലേ. പിന്നെ ഞാൻ ആകെ പാനിക് അറ്റാക്കായി. വേഗം ഡോക്ടറെ വിളിക്കുന്നു, നേഴ്സ് വരുന്നു, ഇതാക്കുന്നു. പിന്നെ അത് ഇവർ എന്തൊക്കെയോ സമാധാനപ്പെടുത്തിയൊക്കെ വിട്ട്. പക്ഷെ പിന്നെ നമുക്ക് ഉറങ്ങാൻ പറ്റുമോ? ഞാൻ കാണിച്ച എന്ത് മണ്ടത്തരം. അന്ന് വേറെ ആസ്പത്രിയിൽ വേറെ ചില സംഭവങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു, വളരെ വേഴ്സായിട്ടുള്ള അനുഭവങ്ങൾ. അത് ഞാൻ അടുത്ത വീഡിയോയിൽ പറഞ്ഞുതരാം. അത് ആർക്കും അങ്ങനെയുള്ള അനുഭവം വരാണ്ടിരിക്കട്ടെ. ആ ഹോസ്പിറ്റലിൽ എനിക്കത് പറയാൻ തന്നെ പറ്റുന്നില്ല. ഞാൻ അടുത്ത വീഡിയോയിൽ അതിനെപ്പറ്റി ഷെയർ ചെയ്യുന്നതായിരിക്കും എന്തായാലും. അപ്പോൾ ഇത് കണ്ടേരുന്നുണ്ടല്ലോ, എനിക്ക് പിന്നെ ആ റൂമിൽ കിടക്കാൻ പറ്റുന്നില്ല. പിന്നെ ആ റൂമിലാണ്, കാരണം എൻ്റെ റൂമിൻ്റെ തൊട്ടപ്പുറത്താണ് കന്യാസ്ത്രീ മഠം.
കിടക്കാൻ പറ്റില്ല, എനിക്ക് വേറെ റൂം വേണം, എനിക്ക് ആൾക്കാരുള്ളതിൻ്റെ അപ്പുറത്തെ റൂം തന്നെ വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് അടുത്ത പ്രാവശ്യം ഞാൻ വരുമ്പോൾ ആ റൂം മാറ്റി. കാരണം ഇത് നമ്മൾ ഈ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത് നമ്മളെ മനസ്സിൽ ഭയങ്കര ഇമ്പ്രഷനാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതെനിക്ക് വല്ലാത്ത, അതുകൊണ്ട് എനിക്ക് നണ്ണ് മൂവി ഇപ്പോൾ കാണുമ്പോൾ പെടപ്പ, എനിക്ക് കാണാൻ പറ്റൂല. നണ്ണ് കൊഞ്ചറിയും പിന്നെയും കാണും, പക്ഷെ നണ്ണിക്ക് കാണാൻ പറ്റൂല. അപ്പോൾ അതേപോലത്തെ രൂപമാണ് ഞാനന്ന് കണ്ടത്. അതിപ്പോഴും ആലോചിക്കുമ്പോൾ എനിക്കത് റിയലാണോ എനിക്ക് തോന്നലാണോ എന്ന് എനിക്കിപ്പോൾ തോന്നും. പക്ഷെ ഹാലൂസിനേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ സ്വയം സമാധാനിക്കുകയാണ്. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? അത് പ്രേതം തന്നെയാണോ? പിന്നെ എനിക്കുണ്ടായ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്, ഞാൻ PGക്ക് പഠിക്കുമ്പോൾ ഇതെനിക്ക് ഭയങ്കര ഒരു ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഞാനിപ്പോൾ പറയാൻ വന്നിട്ട്. ഞാൻ PGക്ക് പഠിക്കുന്ന സമയത്ത് ഞാൻ ഹോസ്റ്റലിൽ ഒറ്റയ്ക്ക് റൂമായിരുന്നു. എനിക്ക് ആ സമയത്ത് തന്നെ എനിക്ക് രാത്രി ഉറങ്ങാൻ പേടിയാണ്. കാരണം ഈ സാധനങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ കാണുന്നതുകൊണ്ട് തന്നെ എനിക്ക് പേടിയാണ് രാത്രി ഉറങ്ങാൻ. അതുകൊണ്ട് വെയിലിൻ്റെ വെട്ടം വന്നാൽ മാത്രമേ ഉറങ്ങുള്ളൂ. രാത്രി മുഴുവൻ ഞാൻ എവേക്കായിട്ടിരിക്കും, ലൈറ്റ് വിടും. അന്ന് എൻ്റെ ഒരു ഫ്രണ്ട് എനിക്കൊരു ഇത് അയച്ചു തന്നു, ഒരു വീഡിയോ അയച്ചു തന്നു. ആ വീഡിയോയുടെ തംബ്നെയിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സൂര്യൻ്റെ ഒരു ചിത്രമാണ് തംബ്നെയിലുണ്ടായത്. ഇവനിങ്ങനെ പറയുന്നുണ്ട്, ഞാനത് ഓപ്പൺ ചെയ്തില്ലേ, എനിക്ക് എന്താണ് സൂര്യൻ്റെ ആയുസ് തീരാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെയുള്ള വീഡിയോ ഇല്ലേ, അങ്ങനെ എന്താണ് എൻ്റെ ക്യാപ്ഷനും. അന്നേരം ഇവൻ പറഞ്ഞു, ഇവരിങ്ങനെ പറഞ്ഞു, എടി അത് കണ്ടോ, ഈ വീഡിയോ കണ്ടു? ഞാൻ പറഞ്ഞു ഇല്ല, ഞാൻ കണ്ടപ്പോൾ തന്നെ എനിക്ക് തോന്നി എന്തോ ഉണ്ടായപ്പോൾ, അതുകൊണ്ട് ഞാൻ തുറക്കാനൊന്നും പോയിട്ടില്ല, എനിക്ക് വേറെ പണിയുണ്ടെന്ന് പറഞ്ഞ് ഒഴിഞ്ഞ്. പക്ഷെ ഇവരിങ്ങനെ ഭയങ്കര കമ്പലിയാ, അത് നീ തുറക്ക്, നീ നോക്ക് അങ്ങനെ. ഞാൻ പറഞ്ഞു എത്ര വണ്ടി പോകും കൂട്ടാക്കി വണ്ടാരെന്തിലാട്ടെ വിചാരിച്ചിട്ട് ഞാൻ തുറന്നിട്ട് ഇങ്ങനെ ആദ്യം കാണിക്കുന്നു സൂര്യൻ്റെ ഒരു ഇമേജ് ഇങ്ങനെ കാണിക്കുന്നു, വീഡിയോ ഇങ്ങനെ കാണിക്കുന്നു, സൂര്യൻ്റെ അടുത്തേക്ക് ഇങ്ങനെ പോകുന്നു. അപ്പം നമ്മൾ എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ട് അതിനകത്ത് തന്നെ അങ്ങനെ ഫോക്കസ് ചെയ്തിട്ടിരിക്കും. അങ്ങനെ സൂര്യൻ്റെ അടുത്തേക്ക് പോയി പിന്നെ പെട്ടെന്നൊരു ജംപ് സ്കെയർ. ഇപ്പം നോർമൽ ഇപ്പോൾ കാണാൻ വെച്ചാൽ എനിക്കൊന്നും തോന്നില്ല, പക്ഷേ ഉണ്ടല്ലോ അതെനിക്ക് ഭയങ്കരമായിട്ട് എൻ്റെ ഉള്ളിൽ അതൊരു ഡീപ്പ് ഇമ്പ്രഷനായിരുന്നു. കാരണം എന്ന് വെച്ചാൽ ഞാൻ ഓൾറെഡി ഡിപ്ലീറ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റേജിലാവുമ്പോൾ എനിക്ക് ഇതും കൂടി കാണുന്നുണ്ടല്ലോ, എനിക്ക് ഭയങ്കര എനിക്ക് ബ്രെത്ത് എടുക്കാൻ, എനിക്ക് ശ്വാസം കിട്ടുകയാണെങ്കിൽ ശ്വാസം മുട്ടുക, ഞാൻ ആകെ ഒരു പെയിലായി. എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. എനിക്ക് സംസാരം, എനിക്ക് ഒന്നാമത് ഇങ്ങനത്തെ എപ്പിസോഡ്സ് വരുമ്പോൾ എനിക്ക് ശബ്ദം വരില്ല, എനിക്ക് ഒച്ച എന്താ, എൻ്റെ കൂടെ ആരും ഇല്ല, എന്താക്കണം എന്ന് പറഞ്ഞുകൂടാ. അന്നേരം ഞാൻ വേഗം ഫോൺ എടുത്തിട്ട് എൻ്റെ അപ്പുറത്തെ റൂമിലുള്ള 2 പിള്ളേരുണ്ടായിരുന്നു, അയറ്റുങ്ങൾക്ക് പിങ് ചെയ്തു. വേഗം ഒന്ന് റൂമിലേക്ക് വന്നാൽ പിങ് ചെയ്തു. ഇവർ വേഗം ഓടി വന്നു. എനിക്ക് എന്താ ഇങ്ങനെ കിതയ്ക്കുക, എന്തൊക്കെയോ പോലെ ആവുക. പിന്നെ ആ ഒരു പാനിക് അറ്റാക്ക് എനിക്ക് ഭയങ്കര സിവിയർ ആയിരുന്നു. അവർ 2 പേരാണ് എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടോ. ഒരുപാട് എൻ്റെ കൂടെ നിന്ന് എന്നെ അതിൽ നിന്ന് പുറത്ത് കൊണ്ടുവരാൻ ശ്രമിച്ചിരുന്നു 2 ഫ്രണ്ട്സ്. പക്ഷെ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എനിക്ക് 2-3 ദിവസം ഉണ്ടായിരുന്നു. പിന്നെ ഉണ്ടല്ലോ ഈ ചങ്ങായി നല്ല ഫ്രണ്ടായിരുന്നു ഞാൻ, പക്ഷെ പിന്നെ ഞാൻ ഫോന് വിളിച്ചിട്ടില്ല, മെസ്സേജ് അയച്ചിട്ടില്ല, ഒന്നുമില്ല. അങ്ങനെ ഞാൻ ബ്ലോക്കാക്കി കളഞ്ഞു. കാരണം അതെനിക്ക് അത്ര തന്നെ വേറൊരു ലെവലിലേക്ക് എത്തിച്ചു. ആ ഒരു സിറ്റുവേഷൻ പറയുമ്പോൾ ഭയങ്കര സില്ലിയായിട്ട് തോന്നും, പക്ഷെ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് അത് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ മനസ്സിലാകുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ, കാര്യം നമ്മൾ എൻകൗണ്ടർ ചെയ്യുന്ന കാര്യം സില്ലിയാണെങ്കിലും നമുക്കത് നമ്മുടെ മൈൻഡ് ഓക്കെ അല്ലാത്ത സമയത്ത് നമുക്ക് ചെറിയ കാര്യങ്ങൾ പോലും നമ്മളെ ഭയങ്കര ഒരു ഇമ്പാക്റ്റ് ഉണ്ടായിട്ട് നമ്മളെ വളരെ എഫക്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഓൾറെഡി എനിക്ക് അത്രയും വിഷമം എന്ന് വെച്ചാൽ എൻ്റെ അവസ്ഥ അവനറിയാം, ആ ചങ്ങായിക്ക് അറിയാം. എന്നിട്ട് അത് അയക്കുമ്പോൾ അതാണ് എനിക്ക് അത്രയും ദേഷ്യം പിടിച്ചത്. അപ്പോൾ ഇതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. പിന്നെ എനിക്ക് ഉണ്ടായത് വീട്ടിൽ ഉള്ള സമയത്ത് ഞാൻ എന്തോ രാത്രി ആയപ്പോൾ ഞാൻ സോഫയിൽ കിടന്ന് ഉറങ്ങിപ്പോയത് എപ്പോഴും ഉറങ്ങിയതൊന്നും എനിക്ക് ഓർമ്മയില്ല. എല്ലാവരും മേലെ കിടന്നു, ഞാൻ സോഫയിൽ എന്നെ വിളിച്ചിട്ടുണ്ടായിരിക്കും, അമ്മ വന്നിട്ട് വിളിച്ചിട്ടുണ്ടായിരിക്കും. ഞാൻ പക്ഷെ അവിടെ തന്നെ കിടന്ന് ഇടയ്ക്ക് ഇങ്ങനെ ബോധമില്ലാണ്ട് കിടക്കുമ്പോൾ ഞാൻ എന്താ പറയുന്നത് അറിയാം, അവിടെ കിടന്ന് ഞാൻ ഉറങ്ങിപ്പോയി. പിന്നെ ഏകദേശം ഞാൻ എണീക്കുന്നത് 1:30-2 മണി ആ സമയത്താണ്. ആ സമയത്ത് ഞാൻ എണീച്ച തന്നെ ഒരു ശബ്ദം കേട്ടിട്ടാണ്, ടും 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 ഇങ്ങനൊരു ശബ്ദം. പിന്നെ ആൾക്കാർ കിടുകിടുകിടുകിടുകിടുകിടു അങ്ങനെ ഒരു ശബ്ദം. അതെനിക്ക് ഓഡിറ്ററി ഹാലുസിനേഷൻ, അത് ശരിക്കും കേട്ടോ, അതൊന്നും എനിക്കറിയില്ല, അതിപ്പോഴും എനിക്ക് അറിഞ്ഞൂടാ. അത് ഞാൻ ഈ കാണുന്നത് കേൾക്കുന്നതൊക്കെ ഏതൊക്കെയാണ് റിയലായിട്ട് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തത്, അത് ഏതൊക്കെയാണ് അല്ലാത്തതൊന്നും ഇമാജിനേഷനൊന്നും എനിക്കൊന്നും അറിയില്ല, അതിപ്പോഴും എനിക്ക് അറിഞ്ഞൂടാ. അന്നേരം ഞാൻ കണ്ണുറന്ന് ചുറ്റും ആരും ഇല്ല. അന്നേരം ഒന്നും എനിക്ക് പേടിയൊന്നും ആയില്ല കേട്ടോ, എന്തെങ്കിലും ഒരു പാറ്റയാ വലിയ എന്നൊന്ന് വിചാരിച്ച്.
കുറച്ച് കഴിഞ്ഞപ്പം എൻ്റെ ആ ഒരു വീടിൻ്റെ സോഫ ഒരു മൂലയ്ക്കാണെങ്കിൽ കുറച്ച് അങ്ങോട്ട് ഒരു ആർച്ച് പോലുള്ള ഒരു പില്ലറുണ്ട് 2 സൈഡിലായിട്ട്. അതാണ് ഡൈനിങ് ഹാളിലേക്ക് എൻ്റർ ചെയ്യുന്ന ഒരു സ്പേസ്. ആടുണ്ടല്ലോ, ആടെ ഒരു 2-3 മനുഷ്യന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്തിട്ട് ഓടുക. സോറി, അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്തിട്ട് ഓടുക. പോകുന്ന വഴിയിൽ ഇങ്ങനെ നോക്കിയിട്ട് ചിരിക്കുക. പേടിയാവൂലേ? പേടിയാവൂലേ? ഞാൻ ഇങ്ങനെ ഇരിക്കുക, പെട്രിഫൈഡ്. അങ്ങനെ തന്നെ പറഞ്ഞ എന്താക്കണം എന്ന് അറിഞ്ഞൂടാ. ഒച്ച പൊന്തൂലല്ലോ. ഇങ്ങനെയുള്ള സിറ്റുവേഷനൊന്നും ഒച്ച പൊന്തൂല. എന്താ ചെയ്യുക? ഒന്നും ചെയ്യാനില്ല. ഞാൻ കുറേ നേരം അവറ്റങ്ങൾ എന്താ ചെയ്യാന്ന് നോക്കി അവിടെ ഇരുന്ന്. എന്തായാലും ഒരു കാര്യം എനിക്കറിയാൻ, ഇങ്ങനെ കാണുന്നതൊക്കെ റിയൽ ആണെങ്കിൽ അല്ലെങ്കിൽ അത് ഞാൻ അറ്റാക്ക് ചെയ്യില്ല എന്നൊരു റിയലൈസേഷൻ എനിക്ക് ഉള്ളതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ മാത്രം ഞാനിങ്ങനെ പിടിച്ചു നിന്ന് പോണോടത്തോളം പോട്ടെ വിചാരിച്ചിട്ട് അത് നോക്കിയിരുന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ എന്തോ അത് മെല്ലെ അങ്ങ് വാനിഷായി പോയി. എന്നിട്ട് ഞാൻ വേഗം ഒരൊറ്റയാട്ടം വിട്ടു മേലേക്ക് അച്ഛൻ്റെ അടുത്തേക്ക്. പിന്നെ അച്ഛൻ്റെ കൂടെ കിടന്ന്, പിന്നെ കുറേ ദിവസം അച്ഛൻ്റെ കൂടെ കിടന്ന്. എനിക്ക് പേടിയാകുമ്പോൾ ഞാൻ അച്ഛൻ്റെ കൂടെ കിടക്കും. ഇതും വല്ലാത്തൊരു എക്സ്പീരിയൻസ്. വേറൊരു എക്സ്പീരിയൻസ് ഇതിൻ്റെ മുന്നേ ഉണ്ടായത് ഞാൻ പറഞ്ഞത്. താഴെ ഞാൻ കിടക്കും. എനിക്ക് ഒറ്റയ്ക്ക് ഇത് ഇങ്ങനെ കഴിഞ്ഞ് എനിക്ക് 6ാം പറപ്പ് എന്നല്ല ഞാൻ പറയാം. എനിക്ക് ഇതൊക്കെ ഇങ്ങനത്തെ ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഞാൻ ഒറ്റയ്ക്ക് കിടക്കുള്ളൂ. എനിക്ക് ഒരാളെടുത്ത് കിടക്കുന്നത് ഇഷ്ടമല്ല. എന്നാൽ അമ്മ പണ്ട് പറയുന്നത് ഇനി കല്യാണം കഴിച്ചാൽ എന്താ ചെയ്യാന്ന്. അതെനിക്ക് ഇഷ്ടമല്ല ആരുടെ അടുത്തും കിടക്കുന്നത്. എത്തൊക്കെയാണെങ്കിലും ഞാൻ ഒറ്റയ്ക്കേ കിടക്കുള്ളൂ. വാശിയാണ്. അന്നേരം ഒരു ദിവസം ഞാൻ ഇങ്ങനെ ഒറ്റയ്ക്ക് കിടന്ന് ഉറങ്ങുമ്പോൾ, താഴെ ഞാൻ ഉറങ്ങുമ്പോൾ ഇതുപോലെ ഞാൻ ഉണർന്നിരിക്കറിയില്ല. ഇതിന് സ്ലീപ്പിംഗ് പാരാലിസിസ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ മൈൻഡ് അവേക്ക് ആയിരിക്കും, പക്ഷെ ബോഡി നന്നായിട്ട് അങ്ങനെ കിടക്കും. നമ്മുടെ ബോഡി ഒരു മരവിച്ച അവസ്ഥ, നമുക്ക് അനങ്ങാൻ പോലും പറ്റാത്തൊരവസ്ഥ. അതാണ് സ്ലീപ്പിംഗ് പാരാലിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരാളിങ്ങനെ വരുന്നു. അത് എന്താ ഒരു ചെറുപ്പക്കാരാണ്, പക്ഷെ മുഖം വികൃതമാണ്. കാണുമൊക്കെ നല്ല രസമുണ്ട്. നല്ല കുട്ടപ്പനായിട്ട് നല്ല ജീൻസും ടോപ്പൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ നോക്കിയിട്ട് മേലേക്ക് നോക്കും. മുഖം നോക്കുമ്പോൾ അയ്യോ റെഡായിരുന്നു. താഴത്തോട്ട് നോക്കിയാൽ മതി അങ്ങനെ വിചാരിക്കും. മേലേക്ക് നോക്കുമ്പോൾ എല്ലാം പോയി. ഭയങ്കര വികൃതമായിട്ടുള്ള മുഖം. അടുത്ത് വരുന്നു, കട്ടിൻ്റെ തണ്ടിലിരിക്കുന്നു. ഇങ്ങനെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റൂല. പിന്നെ ഞാൻ എന്താ കാണുന്നതെന്നറിയോ? ഞാൻ ഓടുന്നു, കൊതറി ഓടുന്നു, രക്ഷപ്പെടുന്നു, മേലെ എത്തുന്നു, അച്ഛാന്ന് വിളിക്കുന്നു ഉറക്കെ. അവിടെ പിന്നെ അടുത്ത മൊമെന്റിൽ ഞാൻ അതേ സെയിം ബെഡിൽ തന്നെയാണ് കിടക്കുന്നത്. എന്തൊരവസ്ഥയാണെന്നറിയോ അത്. അതാണ് സ്ലീപ്പിംഗ് പാരാലിസിസ്. പിന്നെ നമ്മൾ അതന്നെ കാണും. നമ്മൾ ഓടി രക്ഷപ്പെടുന്നു, മേലെ എത്തുന്നു, അച്ഛൻ്റെ അമ്മേൻ്റെ അടുത്ത് എത്തുന്നു, പക്ഷെ വീണ്ടും ബാക്ക് ടു ഇതേ പൊസിഷനിൽ. അനങ്ങാൻ പറ്റില്ല, ഓടി രക്ഷപ്പെടാൻ പോലും പറ്റുന്നില്ല. അങ്ങനെ ഒരു അവസ്ഥ. ഇയാളിങ്ങനെ തൊടാൻ നോക്കുന്നു, പക്ഷെ തൊടുന്നില്ല. ആ ഒരു ഇത് എനിക്ക് ഭയങ്കരമായിട്ട് ഒരു പേടിപ്പെടുത്തിയൊരു സംഭവമായിരുന്നു. പിന്നെ കുറേ കഴിഞ്ഞാൽ പിന്നെ ഞാൻ വീണ്ടും സ്ലീപ്പിലേക്ക് പോയി എന്നാണ് തോന്നുന്നത്. എനിക്ക് ശരിക്കും ഓർമ്മയില്ല. പിന്നെ എന്തുണ്ടായിരുന്നു എനിക്ക് ശരിക്കും ഓർമ്മയില്ല. സ്ലീപ്പിലേക്ക് പോയോ അതോ ഞാൻ അച്ഛൻ്റെ അടുത്ത് പോയോ എനിക്ക് ഓർമ്മയില്ല. കാരണം കുറേ ഇതേപോലെ ഉണ്ടായതുകൊണ്ട് ചില സമയത്ത് ഞാൻ കിടന്ന് ഉറങ്ങിപ്പോവും, ചില സമയത്ത് അച്ഛൻ്റെ അടുത്തേക്ക് പോകും. അങ്ങനെയാണ് പതിവ്. അപ്പോൾ ഇതും വല്ലാത്തൊരു പേടിപ്പെടുത്തുന്ന ഒരു അവസ്ഥയാണ് കേട്ടോ. പിന്നെ ഞാൻ ആ ഒരു സമയത്ത് ഞാനിങ്ങനെ ഓരോ ന്യൂസൊക്കെ ഇങ്ങനെ കേട്ടിട്ട് ഒരു കുട്ടീനെ ആരോ ഒന്ന് വെള്ളത്തിൽ മുക്കിക്കൊന്നതോ അങ്ങനെ എന്തോ ഒരു ന്യൂസ് എന്തോ ഞാൻ കണ്ടിരുന്നത്. അധികം ന്യൂസും അതുകൊണ്ട് സ്കിപ്പ് ചെയ്ത് വിടലായിരുന്നു പതിവ്. കാരണം ഇതെന്തെങ്കിലും വായിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ അതിനെപ്പറ്റി ഇങ്ങനെ ആലോചിച്ചിരിക്കും. അതാണ് പ്രശ്നം. പിന്നെ ചില ആൾക്കാർക്ക് നല്ല ഹാലുസിനേഷൻ ആയിരിക്കും കാണാം. നല്ല പൂക്കളും വർണ്ണങ്ങളും ശലഭങ്ങളൊക്കെ കാണും. എൻ്റെ കഷ്ടകാലത്തിന് ഞാൻ കാണാൻ നോക്കി ഇമ്മായിരുന്ന സാധനങ്ങളാണ്. അപ്പം അന്ന് ഞാനൊരു ന്യൂസ് വായിച്ചു. അന്ന് രാത്രി ഞാൻ ഹാളിൽ ഇങ്ങനെ കിടക്കുക, മേലെ ഹാളിൽ കിടക്കുക. അപ്പം സ്റ്റെപ്പിൻ്റെ മുകളിലുണ്ട് ഒരു പെണ്ണും പിള്ള ഉണ്ടല്ലോ, ഒരു വിച്ചിനെ പോലെ ഒരു പെണ്ണും പിള്ള, ഒരു മൊത്തത്തിൽ ഇരുട്ട്. അത് വ്യക്തമായിരുന്നില്ല, ഒരു ഫോഗി ആയിട്ടുള്ള ഒരു ഇമേജ് ആയിരുന്നു, വ്യക്തമായിരുന്നില്ല. പക്ഷെ എന്നാലും എന്താണെന്നുള്ളത് എനിക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാകുന്നുണ്ട്. ഒരു കുട്ടീനെ എങ്ങനെ പിടിച്ചിട്ട്, ചെറിയ കുട്ടീനെ, ഒരു 2 വയസ്സ് 3 വയസ്സുള്ള കുട്ടീനെ ഇങ്ങനെ പിടിച്ചിട്ട് കഴുത്ത് ഇങ്ങനെ വാറ. ഇത് എല്ലാ ഹാലുസിനേഷനും ഞാൻ കാണുന്നതിൽ ഈ ഒരു പേടിപ്പെടുത്തുന്ന ഈ ഒരു രൂപം ഞാൻ നോക്കി ചിരിക്കും. അതാണ് എനിക്ക് ഏറ്റവും സഹിക്കാൻ പറ്റാത്തത്. ഇങ്ങനെ ആൾക്ക് ചിരിക്കുക, വായിക്കണം. അയ്യോ, എനിക്കത് കണ്ടിട്ട് എനിക്ക് വല്ലാത്തൊരു ഭയം. പിന്നെ എനിക്ക് ഉറക്കമേ ഇല്ലാത്ത ദിനങ്ങളായിരുന്നു. ആദ്യമൊക്കെ 2-3 ഹാലുസിനേഷൻ കണ്ടതിന് ശേഷം പിന്നെ എനിക്ക് ഉറക്കം എന്ന് പറഞ്ഞ സാധനം തന്നെ ഇല്ലാണ്ട് ഞാൻ ഫുൾ ഉണർന്നിരിക്കുകയും ഞാൻ ഉറങ്ങുകയില്ല. വെളിച്ചം വന്നാൽ മാത്രമേ ഉറങ്ങുള്ളൂ.
അപ്പോൾ ഈ ഇത്തരം വളരെ വികൃതമായ വളരെ ഭയാനകമായിട്ടുള്ള ഹാലൂസിനേഷൻസും സ്ലീപ്പിംഗ് പാരാലിസിസും ആണ് എനിക്ക് ഉണ്ടായിട്ടുള്ളത്. അത് എനിക്ക് ഇപ്പോഴും ഉണ്ട്, പക്ഷെ അന്നത്തെ അത്ര ഇല്ലെങ്കിലും ഇപ്പോഴും ഉണ്ട്. അത് അധികം എനിക്ക് ഓഡിറ്ററി ഹാലൂസിനേഷൻസ് ഈ പ്രീനേറ്റൽ ടൈമിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതായത് രാത്രി നട്ടപ്പാതിരക്ക് കടന്നു കഴിഞ്ഞാൽ കുട്ടി ഇങ്ങനെ കരയുന്ന ശബ്ദം കേൾക്കുക, അതാണ് എനിക്ക് ഉണ്ടായിരുന്ന ഓഡിറ്ററി ഹാലൂസിനേഷൻ. പിന്നെ അധികം എനിക്ക് വിഷ്വലാണ് വരല്. ഓഡിറ്ററി പിന്നെ സഹിക്കാം, വിഷ്വലാണ് സഹിക്കാൻ പറ്റാത്തത്. പക്ഷെ ഇപ്പം കുറച്ച് കുറവാണ്. ഇപ്പം എനിക്ക് ഇങ്ങനെ ലോ ആവുമ്പോഴും ഈ ഹാലൂസിനേഷൻ കാണുന്ന പണ്ടത്തെ അത്ര ഇല്ല. എന്തായാലും അതൊരു വലിയ കാര്യം. എന്നാലും ഞാൻ കാണലുണ്ട്. പക്ഷെ അത് ഭയങ്കര ഡിസ്ട്രെസ്സിങ് ആണ് കേട്ടോ. നമുക്ക് ഒരാളെ പറഞ്ഞപ്പോൾ ഇനി ഒരാളോട് പറഞ്ഞാൽ അവർ സില്ലി ആയിട്ടായിരിക്കും കാണും, സ്റ്റുപ്പിഡായിട്ട് കാണും. പക്ഷെ നമുക്ക് അതല്ല, അത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ നമുക്ക് ഈവൻ എനിക്ക് അറിയാം അത് ഹാലൂസിനേഷനാണ്. ഞാനത് എനിക്ക് തോന്നുന്നതൊക്കെ എനിക്കിപ്പോൾ പഠിഞ്ഞു, കാരണം കുറേ ആയില്ലേ. അപ്പോൾ എനിക്ക് ആ പഠിഞ്ഞു എന്നിരുന്നാലും ഉണ്ടല്ലോ, അത് നമ്മളെ മൈൻഡിനെ വല്ലാണ്ട് ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കും. കാരണം നമ്മൾ ഈ ഹാലൂസിനേഷൻ കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് അത്ര രസമുള്ള കാഴ്ച ആയിരിക്കണം. ഞാൻ ഇപ്പോൾ പറഞ്ഞ മാതിരി ഒരു കുട്ടീൻ്റെ കഴുത്തിറക്കുന്ന അതൊക്കെ നമ്മൾ റിയലായിട്ട് ഇങ്ങനെ കാണുമ്പോൾ എനിക്കറിഞ്ഞൂടെ, അത് എന്നെക്കൊണ്ട് പറ്റില്ല. ഞാൻ ആരെന്തുണ്ടെന്ന് പറഞ്ഞോട്ടെ, ഞാൻ ലോല ഹൃദയം എന്നൊക്കെ ആൾക്കാർ പറയും, ആയിക്കോട്ടെ എന്നാലും വേണ്ടില്ല. പക്ഷെ എനിക്കാവൂല, എനിക്കതൊന്നും കണ്ടെടുക്കാൻ പറ്റൂല. ഒരു പ്രശ്നമുണ്ട്, ഭയങ്കര സെൻസിറ്റീവാണ്. അങ്ങനെ ആകരുത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ എന്തോ എനിക്ക് PTSD ഉണ്ടായതിനു ശേഷം എനിക്കുണ്ടായിരുന്ന ഒരു വലിയൊരു മാറ്റമാണ് ഇത്. എന്ന് വെച്ചാൽ ഞാൻ ഭയങ്കര സെൻസിറ്റീവാവും ഇങ്ങനത്തെ കാര്യങ്ങൾ കേട്ടോ. അതായത് വയലൻസ് ഒന്നും എന്നെ കൊണ്ട് താങ്ങാൻ പറ്റില്ല, എനിക്ക് കണ്ടുകൊണ്ടിരിക്കാനേ പറ്റില്ല. അന്നേരം അത് എന്താക്കാൻ അങ്ങനെ ആയിപ്പോയി, ജീവിതം അങ്ങനെ ആക്കി. അപ്പം എന്തായാലും ശോകമാവുന്നില്ല ഞാൻ. അപ്പം ഇതാണ് എനിക്കുണ്ടായിട്ടുള്ള എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലിട്, നമുക്കതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ബൈ.